1500 പട്ടയങ്ങൾ ഈ മണ്ഡലത്തിലെ അപേക്ഷകൾ ഇപ്പോൾ കൃത്യതയോടുകൂടി പ്രോപ്പറായി കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് വേഗതയിൽ ലഭ്യമാകും. 2024 അവസാനത്തിലോ 2025 തുടക്കത്തിലോ പൂർണ്ണമായി സജ്ജമാകാവുന്ന വിധത്തിൽ കേരളത്തിൽ ആദ്യത്തെ അഗ്രോ പാർക്ക് രൂപീകരിക്കും. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു അഗ്രോ പാർക്ക്, അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സർക്കാർ തന്നെ വിൽക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു അഗ്രോ പാർക്ക് ഉണ്ടാകുന്നത്. പ്രൈം ന്യൂസുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, ഞാൻ തന്നെ ചെയർമാനായി പട്ടിക്കാട് LP സ്കൂളിലേക്ക് മാത്രം നമ്മുടെ ജില്ലയിലെ ആദ്യത്തെ ഒരു മോഡൽ സ്കൂളാക്കി മാറ്റാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു കഴിഞ്ഞു. നൂരപ്പങ്കിട്ട് 5 കോടി രൂപയുടെ പദ്ധതിയാണ്. 4,99 ലക്ഷം രൂപയ്ക്ക് AS കിട്ടി. സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാം. ഡാമിൻ്റെ മുകളിലൂടെ നടക്കാൻ പോകുന്ന ഗ്ലാസ് പാലം ഉൾപ്പെടെ, ബ്രിഡ്ജ് ഉൾപ്പെടെ വളരെ മനോഹരമായ ഒന്നായിരിക്കും. നിരന്തരമായ അപകടങ്ങൾക്ക് വിധേയമാകുന്ന, കറണ്ടില്ലാത്ത, നാച്ചുറൽ ചാലില്ലാത്ത, ടോൾ പിരിവ് മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഒരു ദേശീയപാത നയം ഒരു കാരണവശാലും അംഗീകരിക്കാവുന്നതല്ല. ഒരുപക്ഷെ എന്നെ ഞാനാക്കി രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ബാലവേദിയും വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള AISFും യുവജന പ്രസ്ഥാനമായിട്ടുള്ള AIVFും തന്നെയാണ്. ഈ പ്രൈം ടോക്ക് എന്ന ഒരു പരിപാടിയിലേക്ക് ബന്ധപ്പെട്ട മനസ്സിനെ സ്വാഗതം ചെയ്യാണ്. അടുത്തടുത്ത് 2 തവണ ഒല്ലൂർ മണ്ഡലത്തിൽ നിന്ന് നല്ല ഒരു വിജയം നേടി. ആദ്യത്തെ തവണ ചീഫ് വിപ്പായി, രണ്ടാമത്തെ തവണ സർക്കാരിൽ സുപ്രധാനമായ വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രിയായി. അപ്പോൾ റവന്യൂ വകുപ്പ് വന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ ഉള്ള മലയോര മേഖലയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയായിരുന്നു. കാരണം അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ പട്ടയത്തിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും പ്രധാനമായിട്ടൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ആ പട്ടയ നടപടികളും അതിൻ്റെ കാര്യങ്ങളൊക്കെ എത്രത്തോളം എത്തിയിട്ടുണ്ട്, അതെങ്ങനെയാണ് അത് ഇപ്പോൾ മുന്നോട്ട്? തീർച്ചയായിട്ടും ഒല്ലൂരിൻ്റെ നിലനിൽക്കുന്ന, ഞങ്ങളുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ നിലനിൽക്കുന്നൊരു മോശപ്പേരില്ലാതാക്കി 2ാം തവണയും തുടർച്ചയായ ഒരാൾക്ക് ജയിക്കാൻ അനുവാദം നൽകിയത് വിൽസൺ മാഷ് പറഞ്ഞതുപോലെ അതിൻ്റെ ഭാഗ്യം ഉണ്ടായത് എനിക്കാണെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായിട്ടും ഒല്ലൂർ സമ്മാനിച്ച ആ ഭാഗ്യത്തിൻ്റെ ഭാഗമായിട്ട് ലഭ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയായി റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനം മാറി. കേവലം ഒരു ചെറിയ കാലം കൊണ്ട്, അതായത് 3 വർഷക്കാലം കൊണ്ട് 2 ലക്ഷത്തോളം പട്ടയങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എൻ്റെ കുറഞ്ഞ കാലത്തെ അനുഭവത്തിനിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കേരളം തന്നെ ശ്രദ്ധിക്കുന്ന, കേരളം മാത്രമല്ല ഇന്ത്യ തന്നെ ശ്രദ്ധിക്കുന്ന പൂർണ്ണമായ ഡിജിറ്റൽ റീസർവേ എന്ന നടപടിയിലേക്കും കേരളത്തിന് കടക്കാനായത് ഈ കാലയളവിലാണ്. മലയോര പട്ടയം ദീർഘകാലമായി നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന ഒരു പ്രശ്നമാണ്. 2011നും 2016നും ഇടയിൽ, ഞാൻ 2016 MLA ആയി വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, 2011നും 2016നും ഇടയിൽ തൃശ്ശൂർ താലൂക്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ മണ്ഡലത്തിൽ വിതരണം ചെയ്ത പട്ടയങ്ങളുടെ ആകെ എണ്ണം കേവലം 19 ആയിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളേത്, തടസ്സങ്ങളേത് എന്ന് അന്വേഷിക്കാനായിരുന്നു ആദ്യത്തെ ശ്രമം നടത്തിയത്. അപ്പം അതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന നിരവധി തടസ്സങ്ങൾ മറികടക്കാനുള്ള ഗവൺമെൻറ് ഉത്തരവുകൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലം മുതലേ കൊണ്ടുവരാൻ നമുക്കായി. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ആകെ കൂട്ടിയാൽ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം ഏതാണ്ട് 2000-ഓളം മലയോര പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ സമീപ ഭൂതകാലത്തെ ഏറ്റവും വലിയ ചരിത്രങ്ങളിലൊന്നാണ്. പക്ഷേ ഒരു പ്രശ്നം, ഈ പട്ടയ വിതരണത്തിൽ മലയോര പട്ടയം റവന്യൂ വകുപ്പിൻ്റെ മാത്രം കൈകളിൽ നിൽക്കുന്ന ഒന്നല്ല. മറ്റെല്ലാ പട്ടയവും, പ്രത്യേകിച്ച് 964 ചട്ടമനുസരിച്ച് കൊടുക്കാൻ കഴിയുന്ന പട്ടയങ്ങളെല്ലാം ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റിയും കേരളത്തിലെ ഗവൺമെൻറ്റും മാത്രം നിശ്ചയിച്ചാൽ മതി. പക്ഷേ കടലും കാടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് മലയോര പട്ടയങ്ങൾ കൊടുക്കണമെങ്കിൽ ആദ്യം മലയോര പട്ടയം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അപേക്ഷ ക്ഷണിക്കണം. അതിനെ തുടർന്ന് വനം വകുപ്പും റവന്യൂ വകുപ്പും സംയുക്തമായ പരിശോധന നടത്തണം, ജോയിൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയും. വനം വകുപ്പ് നോ ഒബ്ജക്ഷൻ നൽകുന്ന കേസുകളിൽ പരിവേഷ് പോർട്ടലിൽ പെടുത്തി, ടോപ്പോ ഷീറ്റിൽ രേഖപ്പെടുത്തി, സർവേ നടത്തി കേന്ദ്ര ഗവൺമെൻറ് അയക്കണം. കേന്ദ്ര ഗവൺമെൻറ് ആ ഭൂമി റവന്യൂ വകുപ്പിന് വിട്ടു തന്നാൽ മാത്രമേ റവന്യൂ വകുപ്പിന് പട്ടയം കൊടുക്കാനാകും. നേരത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമായിട്ടുള്ള നിരവധി പട്ടയങ്ങൾ JVRൻ്റെ കോപ്പി കാണാനില്ല എന്ന പേര് പറഞ്ഞ് തടസ്സവാദം ഉന്നയിച്ചു നിന്നിരുന്നു. ആ തടസ്സവാദങ്ങളെല്ലാം മാറ്റിയാണ് 2000-ഓളം പട്ടയങ്ങൾ നമുക്ക് വിതരണം ചെയ്യാനായത്.
ഇനി കുറച്ച് പട്ടയങ്ങൾ കൂടി അതിൽ ബാക്കി നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ ഘട്ടമായി നേരത്തെ ടോപ്പോ ഷീറ്റിൽ പെടാതെ തൽക്കാലം ആളുകളിൽ നിന്ന് മേടിച്ച് കേന്ദ്രത്തിലോട്ട് അയച്ച അപേക്ഷകൾ പൂർണ്ണമായി കേന്ദ്രം തള്ളിയിരുന്നു. അങ്ങനെ തള്ളിയ കേസുകളിൽ തൃശ്ശൂർ ജില്ലയിലാകെ 4500 കേസുകളിൽ പുനഃപരിശോധന നടത്തി സർവേ നടപടികൾ പൂർത്തിയാക്കി. ഇപ്പോൾ അത് പരിവേഷ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് ഈ ആഗസ്റ്റ് 15-നകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിന് പൂർണ്ണമായിട്ട് അയക്കും. അതിൽ 1500 അപേക്ഷകൾ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, പരമ്പരാഗതമായി ഈ ഭൂമി കൈവശം വെച്ചിട്ടുള്ള ധാരാളമായ ആളുകൾ പഴയ അറിവില്ലായ്മ മൂലം JVR നടത്തുകയോ പട്ടയത്തിന് അപേക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ പട്ടയം ഏറ്റുവാങ്ങുകയോ ചെയ്തിട്ടില്ല. അവരുടെ കുറ്റമല്ല. അവർക്ക് പരമ്പരാഗതമായി ഈ ഭൂമിയുടെ അവകാശമുണ്ട്. ചിലർക്കൊക്കെ അസൈൻമെൻറ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് പണം അടയ്ക്കാൻ പറഞ്ഞിട്ട്, പക്ഷേ അത് പട്ടയമാണെന്ന് കരുതി വെച്ചവരുണ്ട്. ചിലർ തലമുറ കൈമാറി പോകുന്നവരുണ്ട്. ചിലർ വിറ്റ് കൈമാറി പോകുന്നവരുണ്ട്. ഇവർക്ക് ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്താൻ പറ്റുന്നില്ല എന്ന കാരണത്താൽ 30 വർഷമായി പുതിയ അപേക്ഷ കൊടുക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതി ഞാനും ബഹുമാനപ്പെട്ട കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനും ചേർന്ന് കഴിഞ്ഞ ഗവൺമെൻറ്റിലെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെയും വനം വകുപ്പ് സഹമന്ത്രിയെയും കണ്ട് ദീർഘമായ ചർച്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അർഹരായ ആളുകളുണ്ട് എന്ന് കണ്ടെത്തിയാൽ വീണ്ടും ജോയിൻറ്റ് വെരിഫിക്കേഷനും അപേക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള പുതിയ അനുവാദം കേന്ദ്ര ഗവൺമെൻറ് നൽകി. 30 വർഷക്കാലത്തിനിടയിൽ ഒരു പുതിയ അധ്യായമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജൂലൈ 31 വരെ അത്തരം വിധത്തിൽ JVR ഇല്ലാത്ത പട്ടയമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർ 77-ന് മുമ്പാണ് എന്ന് തെളിയിക്കുന്ന രേഖയുണ്ടെങ്കിൽ അതുകൂടി വെച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകളിലും ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അപേക്ഷ കൊടുക്കാനും ആ സ്ഥലങ്ങളിൽ ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ കരുതുന്നത് MLA ആയിരിക്കുന്ന മന്ത്രിയായിരിക്കുന്ന ഈ കാലത്ത് തന്നെ ഒല്ലൂർ മണ്ഡലത്തിലെയും പൊതുവെ കേരളത്തിലെയും മലയോര പട്ടയങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കി അത് പരിഹരിക്കാൻ കഴിയുമെന്നാണ്. 2000-ഓളം പട്ടയങ്ങൾ ഇപ്പോൾ വിതരണം ചെയ്തു. 1500 പട്ടയങ്ങൾ ഈ മണ്ഡലത്തിലെ അപേക്ഷകൾ ഇപ്പോൾ കൃത്യതയോടുകൂടി പ്രോപ്പറായി കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് വേഗതയിൽ ലഭ്യമാകും. അതോടൊപ്പം പുതിയ അപേക്ഷ കൊടുക്കാനുള്ള അവസരം കൂടി വരുന്നതോടെ നമ്മുടെ മേഖലയിലെ മലയോര പട്ടയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ല് ഉണ്ടാക്കാൻ കഴിയുന്ന കാലത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസവും സ്വാഭാവികമായിട്ടുണ്ട്. മലയോര കർഷകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഇത്. നമ്മുടെ മണ്ഡലത്തിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അത് മണ്ഡലത്തിൻ്റെ ഒരു ഇതിൽ മാത്രമല്ല ദേശീയമായ ഒരു ശ്രദ്ധ കിട്ടുന്ന ഒരു സംഭവമായിരുന്നു കണ്ണാറയിലെ ബനാന ആൻഡ് ഹണി പാർക്ക്. അത് വളരെ വേഗത്തിൽ അതിൻ്റെ ആ പ്രൊജക്റ്റ് നടപ്പിലാവുകയും ചെയ്തു. അതിൻ്റെ കെട്ടിടങ്ങളുടെ നിർമ്മാണവും കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ പോയി. പിന്നെ അതിലൊരു മന്ദഗതി, അതിലും പുതിയ സംരംഭങ്ങൾ വരുന്നതിലൊരു കാലതാമസം വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും ആ പറയുന്ന വിൽസൺ മാഷ പറഞ്ഞ അഭിപ്രായ പ്രകടനത്തിൽ ഒരു പരിധിവരെ ശരിയുണ്ട്. പക്ഷെ അത് തെറ്റായി വായിക്കുകയാണ് പലരും. സാധാരണ നിലയിൽ 2-3 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കേണ്ട 65,000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടത്തിൻ്റെ സിവിൽ വർക്കുകൾ 1.5 വർഷക്കാലം കൊണ്ട് നമുക്ക് നടത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഇലക്ട്രീഷ്യൻ വർക്കുകൾ കുറച്ചുകൂടി പൂർത്തീകരിക്കാനുണ്ട്. വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന മെഷീനറി മേടിക്കലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോവിഡിനിടയിലാണ് അതിൻ്റെ ടെൻഡർ നടപടികൾ മുന്നോട്ട് പോയത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ടെൻഡർ നടപടികൾ പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ തേനിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ പൂർണ്ണമായി വന്നു. അതിൻ്റെ ട്രയൽ നടത്തി, അത് ഉപയോഗത്തിന് വിധേയമായി. അടുത്തത് നമ്മുടെ വാഴപ്പഴത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഉപകരണങ്ങൾ മേടിക്കലാണ്. അതിൻ്റെ ടെൻഡർ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കൊടുത്ത് ടെൻഡർ നടപടികൾ പൂർത്തിയായപ്പോൾ ഉണ്ടായ ഒരു ടെക്നിക്കൽ പ്രശ്നം, നമ്മൾ നേരത്തെ കൊടുത്തതിനേക്കാൾ കുറച്ചുകൂടി ടെക്നിക്കലായി ഉയർന്ന നിലവാരത്തിലുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ ലോകത്തുണ്ടായി കഴിഞ്ഞു. അപ്പോൾ അതേത് ഉപകരണങ്ങൾ എങ്ങനെ വാങ്ങണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പരിശോധന ടെക്നിക്കൽ ഓഫീസർമാർ നടത്തിയപ്പോൾ നിലവിലുള്ള ടെൻഡർ നടപടികൾ ക്യാൻസൽ ചെയ്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങളോടെ പുതിയ ഉപകരണങ്ങൾക്ക് തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ ഇതിൻ്റെ വിൽപ്പന എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിൽ ദീർഘമായ ചില ചർച്ചകൾ വേണ്ടി വന്നു. ഇപ്പോൾ ക്യാബ്കോ എന്ന കേരള അഗ്രോ ബിസിനസ് കമ്പനി സർക്കാർ രൂപീകരിച്ചതോടുകൂടി അതിലൂടെ അത് വിതരണം ചെയ്യാം എന്ന ധാരണ നമുക്കുണ്ടാക്കാനായി. മിനിഞ്ഞാന്ന് കിഫ്ബിയുടെ CEO എബ്രഹാമും ഞാനും കൂടി പങ്കെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. അടുത്തയാഴ്ച ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ തലത്തിൽ തന്നെ ഒരു യോഗമുണ്ട്. 2024 അവസാനത്തിലോ 2025 തുടക്കത്തിലോ പൂർണ്ണമായി സജ്ജമാകാവുന്ന വിധത്തിൽ കേരളത്തിൽ ആദ്യത്തെ അഗ്രോ പാർക്ക് രൂപീകരിക്കും. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു അഗ്രോ പാർക്ക്
അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സർക്കാർ തന്നെ വിൽക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു അഗ്രോ പാർക്ക് ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ സിവിൽ പ്രൊസീഡിങ്സ് വേഗം തീർന്നെങ്കിലും നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും അതിൻ്റെ വിതരണം എങ്ങനെയെന്ന് ഉറപ്പുവരുത്തുന്നതിലും കുറച്ചു കാലതാമസം ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് അധികവും. നല്ല നിരീക്ഷണമുണ്ട്. 2025 ആദ്യ ക്വാർട്ടറിൽ തന്നെ വിൽപ്പനയ്ക്ക് വിധേയമായി നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ഈ കർഷകരുമായി ബന്ധപ്പെട്ട തന്നെ മറ്റൊരു പ്രശ്നമാണ്, സ്ഥിരമായിട്ടുള്ള ഒരു പ്രശ്നം മലയോര കർഷകർ വന്യമൃഗ ശല്യത്തെക്കുറിച്ചാണ്. ഈ കാട്ടാനയുടെ ആക്രമണം മലയോര മേഖലകൾ, നമ്മുടെ ആ അതിർത്തി പ്രദേശങ്ങളെല്ലാം പീച്ചി, മയിലാട്ടുംപാറയും വാണിയമ്പാറയും മഞ്ഞവാരി ആനവര തുടങ്ങിയ പ്രദേശങ്ങൾ സ്ഥിരമായിരിക്കുകയാണ്. അത് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ വൈദ്യുതി വേലി പോലെയുള്ള സംവിധാനങ്ങളുണ്ട് എങ്കിൽ പോലും കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. ഇപ്പോൾ അവർക്ക് ഈ കർഷകരുടെ നശിച്ചു പോകുന്ന കൃഷിക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരത്തിനോ അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ ആന ഇറങ്ങുന്നത് തടയാൻ വേണ്ട എന്തെങ്കിലും പുതിയ എന്തെങ്കിലും സംവിധാനങ്ങളോ പദ്ധതികളോ? കർഷകർ, അതായത് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഇന്ന് കേരളത്തിൽ വളരെ വ്യാപകമായിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പോലും അതുണ്ടാകുന്നു. ഒരിക്കലും വന്യമൃഗങ്ങൾ കടന്നു വന്ന ചരിത്രമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വന്യമൃഗങ്ങൾ കടന്നു വരുന്നു. മാഷ് പറഞ്ഞതുപോലെ തടുത്തു നിർത്താവുന്ന ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ മാത്രമല്ല, എത്ര വേലി കിട്ടിയാലും അതിനെ മറിഞ്ഞിടക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കുരങ്ങും മയിലും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ജണ്ട കടന്ന് ഇപ്പുറത്തേക്ക് വരുന്നു. ഇതൊരു സ്ഥായിയായ പ്രശ്നമാണ്. അതിനെ അടിസ്ഥാനപരമായി പരിഹരിക്കാൻ കാട്ടിനുള്ളിൽ ഇവർക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉൾപ്പെടെ ഒരുക്കി കൊടുത്ത് മൃഗങ്ങൾ പുറത്തേക്ക് വരാൻ കഴിയാത്ത വിധത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള സംരക്ഷണം ഉണ്ടാക്കണം. ആ നടപടി സർക്കാർ വിശാലമായ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷെ നിലവിൽ താൽക്കാലികമായ പ്രശ്നം പരിഹരിക്കാൻ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ വ്യാപകമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. പൊതുവിൽ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ ഈ വരുന്ന 26-ാം തീയതി നേരത്തെ വനം വകുപ്പ് മന്ത്രിയും ഞാനും കൂടിച്ചേർന്ന് നടത്തിയ ഒരു യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മണ്ഡലത്തിലെ വനം അതിർത്തി പങ്കിടുന്ന 3 പഞ്ചായത്തുകളിൽ ഇക്കാര്യം പ്രത്യേകിച്ച് പരിശോധിക്കാൻ വേണ്ടി വനം വകുപ്പിൻ്റെ ഉന്നതതല സംഘം എത്തിച്ചേരുന്നുണ്ട്. അതിനുശേഷം 26-ാം തീയതി ഉച്ചതിരിഞ്ഞ് അവരുടെ അനുഭവങ്ങൾ കൂടി വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് അധികൃതരും പഞ്ചായത്ത് അംഗങ്ങളും ഫോറസ്റ്റ് ജീവനക്കാരും ഉൾപ്പെടെ എൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഒരു യോഗം കൂടി ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് വനം വകുപ്പിന് എന്ത് ഫണ്ട് നൽകാൻ കഴിയും അത് പരിശോധിക്കുന്നു. അതിനു പുറമെ നമുക്ക് MLA ഫണ്ട് എത്ര ചെലവഴിക്കാൻ കഴിയും അതുകൂടി പരിശോധിക്കുന്നു. പുറത്തു നിന്നുള്ള CSR വേണമെങ്കിൽ അതും ആലോചിക്കുന്നു. കുറഞ്ഞ കാലത്തിനുള്ളിൽ ഫെൻസിങ് നമ്മുടെ മണ്ഡലത്തിൻ്റെ അതിർത്തികളിൽ പൂർണ്ണമായി ലഭ്യമാകാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പരിപാടിക്കാണ് ഇപ്പോൾ രൂപകൽപ്പന ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, വന്യമൃഗ ആക്രമണത്തെ ഇപ്പോൾ ഒരു ദേശീയ ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ STRF കൂടി, ദേശീയ ദുരന്ത നിവാരണ നിധി കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർഷകരെ സഹായിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിലെ വലിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട കർഷകർ മരിച്ച പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് STRF ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദുരന്തമായി വന്യമൃഗ ആക്രമണം പെടുത്താൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ അതുകൂടി വരുമ്പോൾ ഏതെങ്കിലും ദുരന്തത്തിൽ ഇനി അപകടത്തിൽപ്പെട്ടാൽ അതിന് സഹായം നൽകാനും കൂടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഇക്കാര്യം ഒരു പ്രത്യേക വിഷയമായി കാണുന്നുണ്ട്. ഇപ്പോൾ ഈ മണ്ഡലത്തിലെ തന്നെ പൊങ്ങണങ്കാട് ഉണ്ടായിരുന്ന ഒരു ഫോറസ്റ്റിൻ്റെ കേന്ദ്രം അടച്ചുപൂട്ടി അത് പട്ടിക്കാടുമായിട്ട് ലയിപ്പിച്ചു. വീണ്ടും അത് വഴുക്കുംപാറയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ മണ്ഡലത്തിൻ്റെ ഇപ്പുറത്തുള്ള ഭാഗം അനാഥമാകുന്നു എന്ന പ്രശ്നമുണ്ടായി. അത് മന്ത്രിയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പൊങ്ങണക്കാട്ട് കേന്ദ്രം വീണ്ടും തുറക്കാനും ഒരു ഉപകേന്ദ്രം എന്ന നിലയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനും കൂടി കഴിയിട്ടുണ്ട്. ആവശ്യമായ എക്യുപ്മെൻറ്റ്, ഫെൻസിങ്, ആ സൗകര്യങ്ങളിലേക്ക് കുറച്ചുകൂടി നന്നായി പോകാൻ കഴിയും. അതോടുകൂടി കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫണ്ട് നമ്മുടെ മണ്ഡലത്തിൽ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്, സർക്കാർ സ്കൂളുകളുടെ. അത് എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ സ്കൂളുകളുടെ വികസനത്തിൽ മുമ്പൊന്നും ചിന്തിക്കാത്ത തരത്തിലുള്ള വികസന പദ്ധതികളാണ്. ഇപ്പോൾ സ്റ്റേഡിയങ്ങൾ ഉൾപ്പെടെയുള്ളതാണ്. ഇപ്പോൾ പീച്ചി സ്കൂളിലൊക്കെ സ്റ്റേഡിയത്തിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു പദ്ധതികൾ? നമ്മുടെ മണ്ഡലത്തിനകത്ത് സമൃദ്ധി എന്ന പേരിൽ വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സമൃദ്ധികൾ, ഇപ്പോൾ കൃഷി സമൃദ്ധി വളരെ സജീവമായി നടക്കുന്നുണ്ട്. കൃഷി സമൃദ്ധി ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയായി രൂപപ്പെട്ട് അതിൻ്റെ നടപടിയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ നമ്മളെല്ലാവരും കൂടി ആരംഭിച്ച വിദ്യാഭ്യാസ സമൃദ്ധിയിൽ ഏറ്റവും പ്രധാനമായി 2 കാര്യങ്ങളാണ് നിശ്ചയിച്ചത്. ഒന്ന്, നമ്മുടെ പഠന നിലവാരം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള അക്കാദമിക മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുക. ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാവുന്ന വിധത്തിലുള്ള കെട്ടിടങ്ങളും അതോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികൾക്ക് കരുത്തു പകരുന്ന കളിക്കളങ്ങൾ ഉൾപ്പെടെ
ലൈബ്രറികൾ ഉൾപ്പെടെ തയ്യാറാക്കുക. അതൊരു പൊതു പ്രോജക്റ്റാണ്. ഇപ്പോൾ പാണഞ്ചേരി പഞ്ചായത്തിൽ തന്നെ എടുത്താൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള കെട്ടിടങ്ങൾ ധാരാളമായി വരികയാണ്. പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ലാബ് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. 3,80,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു 3 നില കെട്ടിടം ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അത്ഭുതത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം, പട്ടിക്കാട് LP സ്കൂള് 1 കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ചു. 2 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണം നടക്കുന്നു. 2 കോടി രൂപ കൂടി പുതിയതായി കൊടുക്കുന്നു. ഒരു LP സ്കൂളിൽ 5 കോടി രൂപയുടെ കെട്ടിടമാണ് വരുന്നത്. മാത്രമല്ല, പ്രൈം ന്യൂസുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും സന്തോഷകരമായൊരു കാര്യം, ഞാൻ തന്നെ ചെയർമാനായി പട്ടിക്കാട് LP സ്കൂളിലേക്ക് മാത്രം നമ്മുടെ ജില്ലയിലെ ആദ്യത്തെ ഒരു മോഡൽ സ്കൂളാക്കി മാറ്റാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു കഴിഞ്ഞു. എൻ്റെ മനസ്സിലുള്ള സങ്കല്പം, പട്ടിക്കാട് LP സ്കൂളിലെ മുന്നിലുള്ള ആ നടുവിലുള്ള കെട്ടിടം കൂടി പൊളിച്ച് ഇപ്പോൾ 5 കോടി രൂപയുടെ കെട്ടിടങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഒരു വിശാലമായിട്ടുള്ള മുറ്റമൊരുക്കി അതിനാവശ്യമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് നടത്തി 21 ക്ലാസ് മുറികളും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഡിജിറ്റൽ ക്ലാസ് മുറികളാക്കി മാറ്റുക. 2026 മുമ്പ് കേരളത്തിലെ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മോഡൽ സ്കൂളായി പട്ടിക്കാട് LP സ്കൂളിനെ മാറ്റാനുള്ള ഒരു പ്രോജക്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതുപോലെ ഗാലറിയോടും ഫ്ലഡ് ലൈറ്റോടും കൂടിയിട്ടുള്ള പട്ടിക്കാട് സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പകുതിയിലേറെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി പീച്ചിയിലേക്ക് വരിക. പീച്ചിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3,15 കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞു. അവിടുത്തെ LP സ്കൂളിൽ ഏറ്റവും ശ്രദ്ധയോടെ കാണേണ്ടത് പ്രാഥമിക വിദ്യാഭ്യാസമാണെന്നാണ് എൻ്റെ പക്ഷം. 1 കോടി രൂപയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. 2 കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോയി. അതിൻ്റെ കൂട്ടത്തിൽ പ്രീ പ്രൈമറി ക്ലാസ്സുകാർക്ക് വേണ്ടി മാത്രം 1,80,00,000 രൂപയുടെ മറ്റൊരു കെട്ടിടം കൂടി അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഒരു LP സ്കൂളിൽ, പട്ടിക്കാട് LP സ്കൂളിൽ 5 കോടി രൂപയാണെങ്കിൽ പീച്ചി LP സ്കൂളിൽ 4,90,00,000 രൂപയുടെ പരിപാടികൾ നമ്മൾ തയ്യാറാക്കി വരികയാണ്. ഇതിന് രണ്ടിനും പുറമെ പീച്ചി ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായ ഗാലറിയോട് കൂടിയിട്ടുള്ള ഒരു ഗ്രൗണ്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും താമസിയാതെ ആരംഭിക്കും. നമ്മുടെ മണ്ഡലത്തിൽ ആദ്യത്തെ, പാണഞ്ചേരി പഞ്ചായത്തിലെ ആദ്യത്തെ ITI ഈ അധ്യയന വർഷം മുതൽ കോഴ്സുകൾ ആരംഭിക്കാവുന്ന വിധത്തിൽ തയ്യാറായി കഴിഞ്ഞു. താൽക്കാലിക കെട്ടിടത്തിൽ വെലങ്ങന്നൂരിലാണ് ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. അതിനുള്ള ഭൗതിക സാഹചര്യങ്ങളെല്ലാം പഞ്ചായത്ത് ഒരുക്കി. അടുത്ത ക്യാബിനറ്റിൽ പാസ്സായി കഴിഞ്ഞാൽ പുതിയ തസ്തികകളോടെ 3 ട്രേഡുകളുള്ള ഒരു ITI പാണഞ്ചേരി പഞ്ചായത്തിലെ വിലങ്ങന്നൂരിൽ താൽക്കാലികമായി ആരംഭിക്കും. പീച്ചി ITI എന്നാണ് അതിൻ്റെ പേര്. അതിനുവേണ്ടി ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പീച്ചി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും പീച്ചി LP സ്കൂളിൻ്റെയും എതിർവശത്ത് വരുന്ന 5 ഏക്കർ ഭൂമി അതിനുവേണ്ടി ഏറ്റെടുക്കാൻ വനം വകുപ്പുമായി മുഖ്യമന്ത്രി തന്നെ യോഗം ചേർന്ന് നടപടിക്രമങ്ങൾ തീരുമാനിക്കുകയാണ്. ആ ഭൂമി നമുക്ക് ലഭ്യമായാൽ പീച്ചി ITIക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ ഉൾപ്പെടെ ഒരു വലിയ കെട്ടിട വിദ്യാഭ്യാസ സമുച്ചയം നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ഇതിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ മണ്ഡലത്തിലെ കൂടി, പാണഞ്ചേരി പഞ്ചായത്തിലെ കൂടി കുട്ടികൾ പഠിക്കുന്ന ആശാരിക്കാട് UP സ്കൂൾ 1 കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ചു. 1 കോടി രൂപ കൂടി കൊടുത്തിട്ടുണ്ട്. 2 കോടി രൂപയുടെ കെട്ടിടമാവുകയാണ്. അപ്പം വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സംഖ്യ ഒരു മൂലധന നിക്ഷേപമാണ് എന്ന തിരിച്ചറിവോടെ വലിയ വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങൾ, അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. മണ്ഡലത്തിൽ എല്ലായിടത്തും അതുണ്ട്. മണ്ഡലത്തിൽ 1 കോടി രൂപ മുതൽ 14 കോടി രൂപ വരെ ലഭ്യമായിട്ടുള്ള സർക്കാർ സ്കൂളുകളാണ് നമ്മുടെ മണ്ഡലത്തിലുള്ളത്. അപ്പോൾ പിന്നെ എയ്ഡഡ് സ്കൂളുകൾക്ക് അങ്ങനെ പണം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും, വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം. അതിലൊരു പ്രത്യേക കേന്ദ്രീകരണം ഒരു പഴയ വിദ്യാർത്ഥി നേതാവ് കൂടിയാണെന്നുള്ളത് കൊണ്ട് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് വലിയ വിജയത്തിലേക്കാണ്. രാഷ്ട്രീയത്തിനതീതമായി ജനപ്രതിനിധികളും PTA ഭാരവാഹികളും ഒക്കെ നൽകുന്ന പിന്തുണ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈ ITIയുടെ കാര്യം ചോദിക്കാനിരിക്കുകയായിരുന്നു. അത് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാൻ പറ്റുമോ? ഈ അധ്യയന വർഷം ഇപ്പോൾ ജൂലൈ 20-നാണ് ITIയുടെ അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിയായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ആലോചിച്ചപ്പോൾ കേരളത്തിൽ വരാൻ പോകുന്ന പുതിയ 4 ITIകൾ, അതായത് ഇവിടെയും മറ്റു 3 സ്ഥലത്തും, തൃത്താലയിലും നേമത്തും ഉൾപ്പെടെ 4 സ്ഥലങ്ങളിൽ വരുന്ന ITI സംസ്ഥാന അധികാര പരിധിയിൽ നിന്നുകൊണ്ടാണ് അപേക്ഷ ക്ഷണിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് അവർക്ക് പഠിക്കാൻ കഴിയുന്ന വിധത്തിൽ അപേക്ഷാ തീയതി ലഭ്യമാക്കി
ഈ അധ്യയന വർഷം തന്നെ അത് ആരംഭിക്കാൻ, കോഴ്സ് ആരംഭിക്കാൻ കഴിയും എന്ന ധാരണയുണ്ടായി കഴിഞ്ഞു. അതിന് ഈ ധനകാര്യ വകുപ്പ് അംഗീകരിച്ച് ക്യാബിനറ്റിലേക്ക് വരേണ്ട ഒരു ചെറിയ കാലതാമസം മാത്രമേ ബാക്കി. കാരണം ഒരു തൊഴിലഭ്യസനവുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാഭ്യാസമാണല്ലോ ITI. അത് ഏറെക്കാലമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ തൊഴിൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ, നമ്മുടെ ടൂറിസം വികസനം. ഇപ്പോൾ ഒരപ്പംകെട്ടിന് വലിയൊരു പ്രാധാന്യത്തോടെ അതിൻ്റെ ഒരു പദ്ധതി രേഖയൊക്കെ തയ്യാറായി കഴിഞ്ഞു, ചെറുകിട ഒരു ടൂറിസം എന്ന രീതിയിൽ. നമ്മുടെ പീച്ചി ഡാമിൻ്റെ ഒരു വികസനം എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് പറയുന്നുണ്ട്, ചെറിയ ചെറിയ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിലും ഈ കാലാനുസൃതമായൊരു മാറ്റം പീച്ചി ഡാമിൽ വന്നിട്ടില്ല. ധാരാളം ടൂറിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അതേപോലെ ഒരു പഴയൊരു പ്രതാപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഗതി ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നേരത്തെ ആലോചിച്ചു. പലവിധ കാരണങ്ങളാൽ വളരെ വേഗത കുറവുണ്ടായ ഒരു പ്രയാസം പീച്ചിലുണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഉല്ലൂർ മണ്ഡലത്തിൽ MLA ആയി ആദ്യം മത്സരിക്കുന്ന കാലത്ത് പുറത്തിറക്കിയ പ്രകടന പത്രിക പറഞ്ഞത് ഉല്ലൂരിനൊരു ടൂറിസ്റ്റ് കോറിഡോർ ഉണ്ടാകും എന്നാണ്. അത് അവസാന ഘട്ടത്തിലായി. നോക്കൂ, ചിയാറം വാക്കിംഗ് സ്ട്രീറ്റ് നമ്മുടെ മണ്ഡലത്തിലെ കോർപ്പറേഷൻ പരിധിയിലാണ്. 3 കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനും 2 കോടി രൂപ മറ്റടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ച് 5 കോടി രൂപയിൽ ചിയാറം വാക്കിംഗ് സ്ട്രീറ്റ്. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നാൽ പുത്തൂർ കായൽ, ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഈ ആളുകളെ കൂടി ഇനി പീച്ചിയിലേക്കും ഒരപ്പംകെട്ടിലേക്കും, അതാണ് നമ്മുടെ ലക്ഷ്യം. സാധാരണ നിലയിൽ പീച്ചിയിൽ പഴയതുപോലെ ആൾ വരുന്നില്ല. പക്ഷേ ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്തും വെള്ളം വിടുന്ന സമയത്തും ആളുകളുണ്ട്. ഞാൻ MLA ആയി വന്ന ഉടനെ 5 കോടി രൂപ അവിടേക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നു. അതിൽ 3.5 കോടി രൂപയാണ് ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടി ഇപ്പോൾ ആരംഭിക്കാൻ നമ്മൾ പദ്ധതി ഇടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാകുന്നില്ല. ഇപ്പോൾ ഒരപ്പംകെട്ട് വരുന്നു. ഒരപ്പംകെട്ട് 5 കോടി രൂപയുടെ പദ്ധതിയാണ്. 4,99,00,000 രൂപയ്ക്ക് AS കിട്ടി. സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാം. ഡാമിൻ്റെ മുകളിലൂടെ നടക്കാൻ പോകുന്ന ഗ്ലാസ് പാലം ഉൾപ്പെടെ, ബ്രിഡ്ജ് ഉൾപ്പെടെ വളരെ മനോഹരമായ ഒന്നായിരിക്കും. ഇപ്പോൾ പീച്ചിയുടെ സൗന്ദര്യം നമുക്ക് കളഞ്ഞുകൂടാ. ഒരുപാട് പേർ ഇരുന്നിരുന്ന 2 മഹനീയമായ റെസ്റ്റ് ഹൗസുകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ മാസം തന്നെ, ഈ ഓണക്കാലത്ത് തന്നെ റോഷി അഗസ്റ്റിൻ, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി, അവിടെ സന്ദർശിക്കാം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ടൂറിസം വികസനത്തിൽ 2-3 ഘടകങ്ങൾ ഒരുമിച്ച് സമ്മേളിക്കേണ്ടി വരുന്നൊരു സ്ഥലമാണ് പീച്ചി. അതിൽ ഇറിഗേഷൻ ഉണ്ട്, അതിൽ ടൂറിസം വകുപ്പുണ്ട്, അതിൽ റവന്യൂ വകുപ്പുണ്ട്. അപ്പോൾ പല വകുപ്പുകളുടെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ടുള്ളൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്ക് പീച്ചിയെ വർദ്ധിത പ്രതാപത്തോടെ 2 റെസ്റ്റ് ഹൗസുകൾ കൂടി നിർമ്മിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് നടത്തി മനോഹരമാക്കുകയോ ചെയ്താൽ താമസം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ പീച്ചി ഒന്ന് ഉണർന്നു വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ IT ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ കൊണ്ടുവരാൻ പീച്ചിയിലേക്ക് തന്നെ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ നിലയിൽ വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് ആരംഭിച്ചാൽ, ചിയാരത്ത് നിന്ന് ആരംഭിച്ചാൽ പുത്തൂർ വഴി നല്ല മലയോര ഹൈവേ ഉണ്ടാക്കാനുള്ള പണം കൊടുത്തിട്ടുണ്ട്. അതുകൂടി വന്നാൽ പീച്ചിയിലേക്ക്, ഒരപ്പംകെട്ടിലേക്ക്, അതുവഴി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക്, വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലേക്ക്, അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് മണ്ഡലമായി നമ്മുടെ മണ്ഡലം മാറിയാൽ വലിയ വികസന സാധ്യതകൾ, കച്ചവട സാധ്യതകൾ, വഴിയോര ബിസിനസ്സുകൾ എല്ലാം ഉണ്ടാകും. അപ്പോൾ ആ വിധത്തിൽ പീച്ചിയും പുത്തൂർ സുവോളജിക്കൽ പാർക്കും 2 കേന്ദ്രങ്ങളായി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസ്റ്റ് കോറിഡോറിലേക്കുള്ള പ്രയാണമാണ് ഇനി നടത്താൻ പോകുന്നത്. നമ്മുടെ മുടിക്കോട് നിന്ന് ചാത്തംകുളം അവിടെ വഴിയൊക്കെ വീതി വെപ്പിക്കാൻ അക്വയർ ചെയ്തിട്ടിട്ട് കുറച്ച് കാലങ്ങളായി. അതങ്ങനെ പൂമല, വാഴാനി വരെ പോകുന്ന അത് ഇതിൻ്റെ ഒരു ഭാഗമല്ലേ? തീർച്ചയായിട്ടും പീച്ചി വാഴാനി ടൂറിസ്റ്റ് കോറിഡോറിൻ്റെ ഒരു ഭാഗമാണ്. വാഴാനിയിലേക്കും അത് നീളണം എന്നുള്ളത് കൊണ്ടാണ്. അതിൻ്റെ ഒരു സ്ട്രെച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പൊങ്ങണങ്കാട് മുതൽ ഇപ്പോൾ വാഴാനി വരെയുള്ള ദൂരത്തിൻ്റെ സ്ട്രെച്ച് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓട ഏതാണ്ട് പൂർണ്ണമായി വീതി കൂട്ടി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. മുടിക്കോട് നിന്ന് പൊങ്ങണങ്ങാട് വരെയുള്ള സ്ട്രെച്ച് ഇപ്പോൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. ടെൻഡർ ഓപ്പണായി. 23-ന് ചേരുന്ന ടെക്നിക്കൽ കമ്മിറ്റി അതിൻ്റെ TS കൂടി ലഭ്യമാക്കിയാൽ ഓണത്തിന് തന്നെ ഈ സ്ട്രക്ചറിൻ്റെ നിർമ്മാണ പ്രവർത്തനവും നമുക്ക് ആരംഭിക്കാൻ കഴിയും. 2025-ൽ തന്നെ അത് പൂർത്തീകരിക്കാനും സാധ്യമാകും. മലയോര ഹൈവേയുടെ വിഷയമാണ്. മലയോര ഹൈവേ അന്ന് വെല്ലങ്ങന്നൂർ ചെന്ന് അവിടെ പാത അവസാനിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള അതിൻ്റെ പണികളുടെ പറ്റി എന്തെങ്കിലും നമുക്ക് വിലങ്ങന്നൂരിൽ മുതൽ മാനാമംഗലം വഴി, മരോട്ടിച്ചാൽ വഴി, വെള്ളിക്കുളങ്ങര വഴി അങ്ങനെ നീളുന്ന ഒരു മലയോര ഹൈവേ ആണ്. അതിൽ ആദ്യ സ്ട്രെച്ചിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നു വരികയാണ്. ചൊവ്വാഴ്ച ഇവിടെ ഒരു ജോയിൻറ്റ് വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ കുറച്ചുകൂടി വേഗതയിലാവും. കിഫ്ബിയും KRFBയും കരാർ കമ്പനിയും
ഒക്കെ ചേർന്ന് PWDയും ഒക്കെ ചേർന്ന് മറ്റ് വകുപ്പുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ ഇപ്പോൾ ഈ ചൊവ്വാഴ്ച അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ആ പ്രവർത്തനം വേഗതയിലാകും. വെലങ്ങന്നൂരിൽ നിന്ന് പോകുന്ന പാതയിൽ വളരെ ബോധപൂർവം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പലതരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ ഭൂമി വിട്ടുകൊടുക്കാൻ ഒരു അക്വസിഷൻ നടപടിയില്ല മലയോര ഹൈവേക്ക്. ഇവിടെ ഇല്ലാന്ന് മാത്രമല്ല, കേരളത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇവിടെ എത്തും വരെ ഒരിടത്തും ഇല്ല. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഭൂമി തരാം, പണം തരണം എന്ന വിധത്തിലൊരു മുദ്രാവാക്യം ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ അവസാനവും ഗവൺമെൻറ്റുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സാധനങ്ങൾക്ക് നഷ്ടമുണ്ടായാൽ അത് നിർമ്മിച്ചു കൊടുക്കാനുള്ള സൗകര്യം കിഫ്ബിയിലൂടെ നമുക്ക് ലഭ്യമാക്കാം എന്നറിയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മതിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ മതിൽ കെട്ടിക്കൊടുക്കാൻ, കിണർ നഷ്ടപ്പെടുകയാണെങ്കിൽ കിണർ കെട്ടിക്കൊടുക്കാൻ, വീട് നഷ്ടപ്പെടുകയാണെങ്കിൽ വീട് കെട്ടിക്കൊടുക്കാൻ, ചെറിയ മെയിൻ്റനൻസ് ആണ് ആവശ്യമെങ്കിൽ ആ മെയിൻ്റനൻസ് ചെയ്യാൻ, ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പണിതു കൊടുക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. പക്ഷേ ഭൂമി ഏറ്റെടുക്കാൻ സ്വയം സമർപ്പിച്ചുകൊണ്ട് ആളുകൾ നടത്തേണ്ട ഒരു പ്രവർത്തനമായി അത് വരും. അധികം ദൂരം അങ്ങനെ എടുക്കുന്നില്ല, വളരെ ചെറിയ പ്രദേശമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ പുത്തൂരിലും ഒരു പോർഷൻ പാണഞ്ചേരിയിലുമാണ്. കുറേയേറെ ആളുകൾ സമ്മതിച്ചിട്ടുണ്ട്. പുത്തൂരിൽ ഇപ്പോൾ ഒരു ജനകീയ യോഗം ചേരുകയുണ്ടായി. അവരേതാണ്ട് അവരുടെ അറ്റം വരെ പിന്നെ നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ അതിർത്തി മുതൽ പുത്തൂരിൻ്റെ അറ്റം വരെ ഏതാണ്ട് നേരത്തെ സമ്മതിക്കാതിരുന്ന സ്ഥാപനങ്ങൾ കൂടി, വ്യക്തികൾ കൂടി, പള്ളികൾ കൂടി സമ്മതിച്ചുകൊണ്ട് അതിൻ്റെ ഭൂമി എടുക്കാനുള്ള റിലിംഗ്വിഷ് ഫോമിൽ ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. പാണഞ്ചേരിയിലും അങ്ങനെ ഒരു പരിശ്രമം ഞങ്ങൾ ആരംഭിക്കുകയാണ്. നാട്ടിലെ ജനങ്ങളോട് ഈ കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. ഇതില്ലെങ്കിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വെലങ്ങന്നൂരിൽ നിന്ന് ആരംഭിച്ചാൽ മരോട്ടിച്ചാൽ വഴി പോകുന്ന ഈ പാതയിൽ മഹാഭൂരിപക്ഷവും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ആസ്തിയിലുള്ള റോഡാണ്. PWD റോഡാണെങ്കിൽ PWDയുടെ പണം ചെലവഴിച്ചോ ബഡ്ജറ്റിൽ വെച്ചോ നമുക്ക് നടപ്പിലാക്കാം. ഇത് പഞ്ചായത്തിന് ഇത്ര മനോഹരമായൊരു റോഡ് പണിയാനുള്ള ഒരു സാധ്യത ഉണ്ടാകില്ല. എന്ന് മാത്രമല്ല, ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു വർഷം 30 ലക്ഷം പേർ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഈ സുവോളജിക്കൽ പാർക്ക്. അതിപ്പോൾ കഴിഞ്ഞു പോയ കളക്ടർ ടൂറിസം ഡയറക്ടറായിരുന്നു. അദ്ദേഹം ഒരു കണക്കെടുത്ത്, അല്ല സാർ അത് 30-ൽ നിന്ന് 50-ആയി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. 30 ലക്ഷം എന്ന് കണക്ക് കൂട്ടിയത് ഇവിടെയുള്ള ഇപ്പോഴത്തെ മൃഗശാല അങ്ങോട്ട് മാറ്റുമ്പോൾ ഇവിടെ വരുന്ന ഏതാണ്ട് 24 ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴുണ്ട്. അതിനെ 6 ലക്ഷം കൂടി കൂട്ടിയിട്ടാണ്. അപ്പോൾ 50 ലക്ഷത്തോളം ആളുകൾ വന്നാൽ അതിൻ്റെ ഒരു എൻട്രിയായി ഈ പീച്ചി റോഡ് മാറണം നമുക്ക്. അതായത് പാലക്കാട് ജില്ലയിൽ നിന്നും തമിഴ്നാട് ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ പുത്തൂർ വഴി സുവോളജിക്കൽ പാർക്കിൽ പോകാതെ വെലങ്ങന്നൂർ വഴി നല്ല റോഡാണെങ്കിൽ അതുവഴി മലയോര കാഴ്ചകൾ കണ്ട് മാന്നാമംഗലത്തിലൂടെ നമുക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിക്കണം. എന്ന് മാത്രമല്ല, മാന്നാമംഗലത്ത് ഇപ്പോൾ 3 സ്ക്രീനുകളുള്ള ഒരു തിയേറ്റർ കോംപ്ലക്സ് കൂടി സർക്കാർ കൊടുക്കുന്ന ഭൂമിയിൽ വരാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ അവസാനഘട്ട ചർച്ച ഇപ്പോൾ സാംസ്കാരിക വകുപ്പുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷാജി എൻ കരുൺ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്ന ദിവസം അവിടെ സന്ദർശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ വഴി നന്നായില്ലെങ്കിലുള്ള പ്രശ്നം എന്താ? ഈ വഴിയിലൂടെ ആളുകൾ യാത്ര ചെയ്യാതാകും. ആളുകൾ മുഴുവൻ ഹൈവേയിലൂടെ പോയി പുത്തൂർ വഴി ഓപ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തും. അങ്ങനെ ശ്രമം നടത്തിയാൽ നമ്മുടെ വഴികളിലൂടെ ആളുകൾ പോകില്ല. നമ്മുടെ വഴിയിലൂടെ ആൾ പോയില്ലെങ്കിൽ എന്താണ് പ്രശ്നം? അങ്ങനെ വരുന്ന ആളുകൾ ഒരു ഉപ്പ് സോഡ കുടിച്ചാൽ, ഒരു സാരി മേടിച്ചാൽ, ഒരു തോർത്ത് മേടിച്ചാൽ, ഒരു സിഗരറ്റ് വലിച്ചാൽ, ഒരു ചായ കുടിച്ചാൽ അതിൻ്റെ എല്ലാം വരുമാനം പൂർണ്ണമായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ പ്രദേശത്തിലാണ്. നമ്മുടെ ഈ വലിയ വീതി ഒന്ന് ഒരുങ്ങി കിട്ടിയാൽ ഭൂമിക്കുണ്ടാകുന്ന വിലമാറ്റം എത്രയാണ്? അത് ഒരു വലിയ അനുഗ്രഹമായി നാട്ടിലെ ആളുകൾക്ക് വരും. അപ്പോൾ സാധാരണ നിലയിൽ ഭൂമി തരാം, പണം തരണം എന്ന ഒരു മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റുവിളിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കാരണം ബാക്കി എല്ലായിടത്തും അക്വസിഷൻ നടപടികൾക്ക് അങ്ങനെ പണം കിട്ടുന്നുണ്ട് എന്നുള്ള അറിവ് ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും. പക്ഷേ അത് ബോധപൂർവം പരിശ്രമിക്കരുത് അതിനെ പ്രചരിപ്പിക്കാൻ. കാരണം ഇപ്പം മലയോര ഹൈവേ ഇല്ലാതെ പോയാൽ അവർ ഈ സ്ട്രക്ചറിലെ പണി വേണ്ടെന്ന് വെച്ച് ആ നടപടി തീർക്കും. ഭൂമി കിട്ടിയിടത്ത് പണി ചെയ്തങ്ങ് പോകും. ഇപ്പോൾ ചാലക്കുടി അതിന് സജ്ജമാണ്. കൊടകരയിൽ ഒരു പോർഷൻ അതിന് സജ്ജമായി കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ വഴി പോയപ്പോൾ ഇരിട്ടി, പേരാവൂർ തുടങ്ങി അവിടെയൊക്കെ ആരൊക്കെയാണ് MLA മാരെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇരിട്ടി, പേരാവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ MLA മാരുടെ നേതൃത്വത്തിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത് അവിടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായി. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ അധികവും പോകുന്നത് മൂവാറ്റുപുഴയിൽ നിന്ന് റാന്നി, കോന്നി, അഞ്ചൽ, പുനലൂർ വഴിയുള്ള മലയോര ഹൈവേയിലൂടെയാണ്. എത്ര മനോഹരമായിട്ടുള്ള റോഡാണ്. അപ്പം അങ്ങനെ മനോഹരമായിട്ടുള്ള റോഡ് നമ്മുടെ മണ്ഡലത്തിൽ വന്നാൽ യാത്രയ്ക്ക്
വഴിയുണ്ടാകും എന്ന് മാത്രമല്ല, ധാരാളമായ ആളുകൾ ഈ വഴിയിൽ നിന്ന് മാന്നാമംഗലം വഴി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള യാത്രയിൽ പങ്കാളിയാകും. അത് നമ്മുടെ നാടിന് ഒരു ഉണർവുണ്ടാക്കും, ഒരു കച്ചവടം ഉണ്ടാക്കും. വിലങ്ങന്നൂർ സെൻറ്റർ രക്ഷപ്പെടും, വഴിയിൽ കച്ചവടം നടത്തുന്നവരൊക്കെ രക്ഷപ്പെടും. ആ വിധത്തിൽ നമ്മളൊരു ചെറിയ ത്യാഗം സഹിക്കേണ്ടി വന്നാലും നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആ പ്രവർത്തനം നടത്താൻ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ പരിശ്രമമായി ഞങ്ങളെല്ലാവരും മുന്നിട്ടിറങ്ങാൻ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആളുകളോട് നേരിട്ട് പോയി പറയുമ്പോൾ അവരത് കേൾക്കുന്നുണ്ട്, അവരത് മനസ്സിലാക്കുന്നുണ്ട്, അവരാ പ്രശ്നം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ വിധത്തിൽ എല്ലാവരുടെയും സഹകരണം അതിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇപ്പോൾ നമ്മുടെ 6 വരി പാതയിൽ ഇപ്പോൾ 3 അടിപ്പാതകൾ പണിയുന്നുണ്ട്. മുടിക്കോടും കല്ലെടുക്കലും വാണിയമ്പാറയും. ഗതാഗതക്കുരുക്ക് ഇപ്പോൾ ഒരു പതിവ് പരിപാടിയായിട്ടുണ്ട്. ഇപ്പോൾ മിക്കവാറും ആ ദേശീയപാതയുടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണത്തിലെ അപാകതകളാണ് ഈ റോഡ് ഇങ്ങനെ പെട്ടെന്ന് തകരാനുള്ള കാരണം എന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഒരു വർഷത്തിലേറെ കാലം മിക്കവാറും ഈ പണികൾ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ദേശീയപാതയിൽ ഈ ഗതാഗതക്കുരുക്കിൻ്റെ ഒരു പരിഹാരം, അല്ലെങ്കിൽ അതുപോലെ റോഡിൻ്റെ ഒരു ഗുണമേന്മ ഉറപ്പുവരുത്താനൊക്കെ ഉള്ള എന്തെങ്കിലും ഇടപെടൽ ഞങ്ങൾ തുടർച്ചയായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദേശീയപാതയ്ക്കൊരു പ്രശ്നം, ദേശീയപാത അതോറിറ്റി പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം മാത്രമേ സംസ്ഥാന സർക്കാരിനുണ്ടാവുള്ളൂ. എങ്കിലും തുടർച്ചയായിട്ട് ഞങ്ങൾ ഇടപെടുകയാണ്. ദേശീയപാത അതോറിറ്റി കാണിച്ച ഒരു ജനാധിപത്യ വിരുദ്ധമായ കാര്യം, ഈ 3 സ്ഥലങ്ങളിലും അടിപ്പാതകൾ ഉണ്ടാകണമെന്നുള്ളത് പൊതു ആവശ്യമായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട CN ജയദേവനും PK ബിജുവും MP ആയിരിക്കുമ്പോൾ വളരെ ശ്രമകരമായ പരിശ്രമം നടത്തിയിട്ടാണ് ഇത് ചേഞ്ച് ഓഫ് സ്കോപ്പിൽ ഉൾപ്പെടുത്തിയത്. അന്ന് നടന്ന എല്ലാ സമരങ്ങളും വിൽസൺ മാഷക്ക് അറിയാവുന്നതുപോലെ ഞങ്ങളെല്ലാവരും പങ്കാളിയായി ഈ ഇടങ്ങളിൽ അടിപ്പാതകൾ വേണമെന്ന ജനങ്ങളുടെ പൊതു ആവശ്യത്തിനോടൊപ്പം നിന്നവരാണ്. പക്ഷേ അങ്ങനെ ഒരു അടിപ്പാത നിർമ്മിക്കുമ്പോൾ ആ അടിപ്പാതയുടെ നീളം എത്ര, വീതി എത്ര, അതിൻ്റെ നിർമ്മാണം എന്ന് അവസാനിക്കും, ഈ കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റുമായും ജില്ലാ ഭരണകൂടവുമായും ജനപ്രതിനിധികളുമായും ചർച്ച ചെയ്യേണ്ട ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്ക് ഉണ്ട്. അത് ചെയ്യാനുള്ള സാമാന്യ മര്യാദ അവർ കാണിച്ചില്ല. അന്നത്തെ MP-മാരോടുൾപ്പെടെ, കഴിഞ്ഞ MP-യോടുൾപ്പെടെ ആ കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് വാണിയമ്പാറയിൽ നമുക്ക് വാണിയംകുളം മേഖലയിൽ നിന്ന് വരുന്ന അപ്പുറത്തെ സൈഡിൽ നിന്ന് വാണിയമ്പാറ ഇറങ്ങി വരുന്ന വാഹനങ്ങൾ കറങ്ങാതെ തിരിഞ്ഞു പോകാൻ ഒരടിപ്പാത, അത്രയേ അതിന് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ആശുപത്രിയുടെ അപ്പുറത്തു നിന്ന് തുടങ്ങി നമ്മുടെ മലയോര മേഖലയിൽ ആദിവാസികൾ ഉൾപ്പെടെ വരേണ്ട ആശുപത്രിയെയും മലയോര മേഖലയിലെ ആദിവാസികളുടെ ഉൾപ്പെടെ മക്കൾ പഠിക്കുന്ന സ്കൂളിനെയും കവർ ചെയ്തൊരു വലിയ സാധനമായി മാറേണ്ട ഒരു കാര്യവും ഇപ്പോൾ ഇല്ല. നമുക്കുള്ള ഒറ്റ പ്രശ്നം, പഴയന്നൂരിൻ്റെ ആ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ വാണിയമ്പാറ പള്ളിയുടെ മുമ്പിൽ നിന്ന് ഇറങ്ങിയാൽ മേരിഗിരിയിൽ പോയി തിരിയാതെ ഇവിടെ തന്നെ തിരിഞ്ഞ് പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാകണം. അതിനാവശ്യമായിട്ടുള്ള ഒരു ഓവർ ബ്രിഡ്ജ് വരണം. ഇത്രയേ അതിൻ്റെ പ്രശ്നമുള്ളൂ. ഞാൻ ദേശീയപാത അതോറിറ്റിക്കും അതോറിറ്റിയുടെ ചെയർമാനും ഇന്ത്യയുടെ പിന്നെ ഇതിൻ്റെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിക്കും പ്രത്യേകമായ കത്തയച്ചിട്ടുണ്ട്. ഡൽഹിയിൽ പോയി അവരുടെ ഓഫീസുമായി, അന്ന് ബഹുമാനപ്പെട്ട ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല 2 ദിവസം, അവരുടെ ഓഫീസുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനാകെ ഒറ്റ എൻട്രൻസ് ആണുള്ളത്, അത് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗത്താണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എത്ര ദൂരം കറങ്ങി തിരിഞ്ഞ് വരേണ്ടി വരും? ആശുപത്രിയിലേക്ക് വരേണ്ട ആളുകൾ എത്ര ബുദ്ധിമുട്ടി വരേണ്ടി വരും? മുടിക്കോടി നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്കും തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്കും പോകേണ്ട വണ്ടികൾ ഒറ്റ സർവീസ് റോഡിലൂടെയാണ് കിടക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാ ഘടകം ചേർന്ന് അവരെ സമൻസ് അയച്ച് വിളിപ്പിച്ചിരുന്നു. ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ചുള്ള സമൻസ് അനുസരിച്ച് വിളിപ്പിച്ചിരുന്നു. ഞാൻ കളക്ടർക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടെ ADM-ഉം അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രതിനിധികളും NH-ൻ്റെ PD-യും ചേർന്ന് കഴിഞ്ഞ ദിവസം ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്തുകയുണ്ടായി. അവിടെ സർവീസ് റോഡുകളുടെ നിർമ്മാണം മര്യാദയ്ക്ക് പൂർത്തീകരിക്കാതെ ഇനിയും ആ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് സ്റ്റോപ്പ് മെമ്മോ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും. ആ വിധത്തിൽ ചെയ്യാൻ പ്രേരിപ്പിക്കാതിരിക്കണമെങ്കിൽ ദേശീയപാത അതോറിറ്റി ഇടപെട്ട് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം. 6 വരി പാതയുണ്ടാക്കാൻ ചെറിയ പണം മാത്രം, ഇപ്പോൾ LAR 2013 അനുസരിച്ച് പണം കിട്ടിയിരുന്നെങ്കിൽ എത്ര മെച്ചമുണ്ടായിരുന്നു. ചെറിയ പണം മാത്രം കിട്ടി വർഷങ്ങളായി ജീവിതത്തിൻ്റെ എല്ലാം ഈ ദേശീയപാതയ്ക്ക് വേണ്ടി വിട്ടൊഴിഞ്ഞു കൊടുത്ത സാധാരണക്കാരുടെ മുമ്പിലൂടെ നിരന്തരമായ അപകടങ്ങൾക്ക് വിധേയമാകുന്ന കറണ്ടില്ലാത്ത, നാച്ചുറൽ ചാലില്ലാത്ത ടോൾ പിരിവ് മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഒരു ദേശീയപാത നയം
ഒരു കാരണവശാലും അംഗീകരിക്കാവുന്നതല്ല. കേരളത്തിൻ്റെ സാധ്യതകളനുസരിച്ച് പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ കൂടി ശക്തമായ പ്രതിരോധം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ തുടർച്ചയായി നടപടിയെടുക്കാം എന്ന് PD പറഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡുകൾ അടിയന്തരമായി മഴയൊന്നും മാറി കിട്ടിയാൽ ഉടനെ നന്നാക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതല്ലാതെ ആ നടപടി മുന്നോട്ട് പോയാൽ നല്ല വിധത്തിലുള്ള പ്രതിരോധം ഉണ്ടാക്കേണ്ടി വരും. അടിപ്പാത ആവശ്യമാണ്. പക്ഷെ അടിപ്പാത നിർമ്മിക്കുമ്പോൾ 3 അടിപ്പാതയും ഒരേ സമയം ആരംഭിച്ചാൽ ഗതാഗതത്തിനുണ്ടാകുന്ന തടസ്സങ്ങളെക്കുറിച്ച് പഠിക്കണം, എങ്ങനെ ഡൈവർഷൻ സാധ്യമാകും എന്നുള്ളതിനെക്കുറിച്ച് നോക്കണം. അല്ലാതെ കരാറെടുത്തവർ NHന്റെ അനുവാദത്തോടു കൂടി ഒരു ദിവസം വന്നങ്ങ് റോഡ് കുത്തിപ്പൊളിക്കാൻ തുടങ്ങിയാൽ അതൊരു അശാസ്ത്രീയമായ സമീപനമാകും. ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. പാണഞ്ചേരി പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. 2 ഈവനിങ് OP ഉണ്ട്. പക്ഷേ ഈ ഈവനിങ് OP ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു ചെറിയ വിഷമം ആളുകൾ പറയാറുണ്ട്, ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. അതൊരു 4 മണി വരെയൊക്കെ ഈവനിങ് OP ഉള്ളൂ. ഇപ്പോൾ പനിയുടെ ഒരു സീസണാണ്. ആളുകൾ 100 കണക്കിന് ആളുകളാണ് ഇപ്പോൾ നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡോക്ടർമാരുടെ സേവനം, ഒന്നുകിൽ ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈവനിങ് OPയുടെ സമയം വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ട ഒരു നടപടി എടുക്കാൻ പറ്റില്ല. തീർച്ചയായും ആ കാര്യം പരിശോധിക്കേണ്ടതാണ്. കാരണം 4 മണി വരെ ഒന്നും OP ഉണ്ടായതുകൊണ്ട് ഈ പനിക്കിടക്കയിലെ ആളുകൾക്ക് അതൊരു സഹായകരമാകില്ല. പഞ്ചായത്തുമായിട്ടൊന്ന് കൂടിയാലോചിച്ച് ഇപ്പോൾ പാരാമെഡിക്കൽ സ്റ്റാഫ് കൂടി വേണ്ടി വരും വൈകുന്നേരത്തേക്ക്. അത് പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റിൽ വെക്കാനുള്ള അനുവാദവും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതുമായി ബന്ധപ്പെട്ട് എന്തോ ചില തടസ്സങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും അത് പരിശോധിച്ച് നോക്കി. വാണിയമ്പാറയാണെങ്കിലും പീച്ചി ആണെങ്കിലും പട്ടിക്കാടാണെങ്കിലും അത് അവിടുത്തെ ആരോഗ്യ കേന്ദ്രങ്ങളെ കൂടുതൽ നേരം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൊല്യൂഷൻ എന്താണെന്ന് നോക്കും. ഒന്ന് പഞ്ചായത്തുമായിട്ട് കൂടിയാലോചിച്ച് തീർച്ചയായിട്ടും ആ പ്രവർത്തനങ്ങൾ വേഗതയിലാക്കാം. നല്ല നിർദ്ദേശമാണത്. അത് ആ അർത്ഥത്തിൽ തന്നെ നോക്കി പരിശോധിക്കുകയും ചെയ്യാം. ഒരപ്പംകെട്ടിൽ വരുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇപ്പോൾ നേരത്തെ ഭരണാനുമതി ലഭിച്ചെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ തുടർ നടപടികൾ ഉടനെ തന്നെ ഉണ്ടാവുമോ? ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചു. ഭരണാനുമതി ലഭിച്ചാൽ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അതിൽ TSലേക്ക് പോകാം. TS കഴിഞ്ഞാൽ 1 മാസം ടെൻഡറിന് വേണ്ടി വരും. ടെൻഡർ ഓപ്പൺ ചെയ്താൽ 2024 തന്നെ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 1 വർഷക്കാലത്തെ കാലാവധിക്കുള്ളിൽ അത് പൂർത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കും ഒരു അഗ്രിമെൻറ്റ് സർക്കാർ ഒപ്പിടാൻ പോകുന്നത്. MLAക്ക് പിന്നെ ആവശ്യപ്പെടാവുന്ന പ്ലാൻ ഫണ്ടിൽപ്പെടുത്തിയാണ് 5 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചത്. ആ പ്രവർത്തനങ്ങൾ വേഗതയിലാകുക കൂടി ചെയ്താൽ ഒരു പുതിയ താവളം കൂടി നമ്മുടെ നാട്ടിലേക്ക്. യഥാർത്ഥത്തിൽ ഒരപ്പംകെട്ട് വെള്ളച്ചാട്ടം വളരെ മനോഹരമാണ്. ഒരപ്പംകെട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ സാധ്യത അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ പറഞ്ഞതനുസരിച്ച് ഞാനവിടെ പോയി നോക്കിയത്. സാധാരണ ഒരപ്പംകെട്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിയുകയല്ലാതെ ആസ്വദിക്കാൻ പോകാനൊരു സമയം കിട്ടിയിരുന്നില്ല. പക്ഷെ ഒരു നേരം ഒരു പകുതി ദിവസം ചെലവഴിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേകത കണ്ടത്. അവിടെ കൊണ്ടുവന്ന് വെച്ച് DTPCയുടെ ടൂറിസം വകുപ്പിൻ്റെ പ്രത്യേക ഡിസൈനർമാരെ കൊണ്ട് സ്ഥലം നോക്കി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. എന്തായാലും ഒരപ്പംകെട്ട് ടൂറിസം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു അനുഭവമായി മാറും എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങോട്ടുള്ള വഴി ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഈ പ്രൊജക്റ്റിൽ. ഈ പീച്ചി റോഡിൽ നിന്ന് അങ്ങോട്ടുള്ള വഴി അത് വളരെ മോശമായിട്ട് കിടക്കുന്ന ഒരു വഴിയാണ്. അത് വീതി കുറവാണല്ലോ. അതുപോലെ അത് അറ്റകുറ്റപ്പണികളൊന്നും സമയത്ത് നടക്കാത്തൊരു വഴി. നമുക്ക് അതുകൂടി എടുക്കാവുന്നതാണ്. അവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പഞ്ചായത്ത് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടേക്കുള്ള പണമാണ് മാറ്റിവെച്ചത്. മറ്റത് നമുക്ക് MLA ഫണ്ടോ മറ്റേതെങ്കിലും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാവുന്നതാണ്. ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണല്ലോ അത് വർദ്ധിച്ചു വരിക. സ്വാഭാവികമായിട്ടും ആളുകൾ കൂടിയാൽ അതനുസരിച്ച് വരാനുള്ള സാധ്യത കൂടി വരും. പക്ഷെ ഒരു ടൂറിസം കേന്ദ്രം വരുമ്പോൾ ഒരു ടൂറിസം കേന്ദ്രം വരുന്നു എന്നല്ല, ആ ടൂറിസം കേന്ദ്രത്തിനോടനുബന്ധിച്ച് ഒരുപാട് കച്ചവടങ്ങൾ, ചെറിയ ചെറിയ ഇടപെടലുകൾ, വീട്ടമ്മമാർക്ക് നടത്താവുന്ന സൗകര്യങ്ങൾ ഇതെല്ലാം കൂടി വർദ്ധിച്ചു വരുന്നതോടെയാണ് ആ പ്രദേശത്തിൻ്റെ ഒരു വികസനം എന്ന ലക്ഷ്യം സാർവത്രികമാകുന്നത്. ഇപ്പോൾ അതിനോട് ചേർന്ന് KFRA ഉണ്ട്. ശലഭ ഉദ്യാനം ഉൾപ്പെടെ വളരെ മനോഹരമായിട്ടുള്ള അത്ഭുതങ്ങൾ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ ലഭ്യമാകുന്നില്ല. അപ്പോൾ ഈ ടൂറിസ്റ്റ് കോറിഡോർ പദ്ധതി വരുമ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായി ആളുകൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലാകും. അത് KFRAയുടെ ഡയറക്ടറുമായിട്ട് ആ കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതൊരു പൊതുപരിപാടി എന്ന നിലയിൽ നമുക്ക് കൊണ്ടുവരാം. KFRAയുടെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് ആ ഘട്ടത്തിൽ അതിനുള്ളൊരു പദ്ധതി പ്രത്യേകമായി തയ്യാറാക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിപരമായ ചില കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ പൊതുവെ ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങളൊക്കെ അവരുടെ ചില നിലപാടുകൾ പാർട്ടിയെ പോലും പ്രതിസന്ധിയിലാക്കുന്ന ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ അറിയുന്നുണ്ട്.
AISF-ലും AYF-ലൊക്കെ പ്രവർത്തിച്ച കാലമുണ്ടല്ലോ, ദേശീയ തലത്തിൽ തന്നെ ഭാരവാഹിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? സമ്പന്നമായൊരു ഭൂതകാലമാണത്. സമ്പന്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടല്ല, ഒരുപക്ഷെ എന്നെ ഞാനാക്കി രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ബാലവേദിയും വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള AISF-ഉം യുവജന പ്രസ്ഥാനമായിട്ടുള്ള AIVF-ഉം തന്നെയാണ്. വിവിധ തലങ്ങളിൽ, രൂപങ്ങളിൽ, ഭാവങ്ങളിൽ ഒക്കെയുള്ള ആളുകളുമായി, വിവിധ സംസ്കാരങ്ങളുമായി, എത്രയോ ക്യാമ്പസുകളുമായി, ഭാഷയുടെയും നാടിൻ്റെയും അതിർവരമ്പുകൾ വിട്ട് ദേശീയ അടിസ്ഥാനത്തിൽ എത്രയോ ആത്മബന്ധങ്ങളായി ഒക്കെ മാറാൻ ആ കാലം നമുക്ക് സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുക കൗമാര യുവജന കാലത്തുണ്ടാകുന്ന നമ്മുടെ അനുഭവങ്ങളും തീഷ്ണമായിട്ടുള്ള അനുഭവങ്ങളുമാണ്. അനുഭവങ്ങൾ, വിദ്യാർത്ഥി യുവജന കാലത്തെ അനുഭവങ്ങൾ ആസ്വദിക്കാവുന്ന വിധത്തിലുള്ള ചുവന്ന പരവതാനികളിലൂടെ ആയിരുന്നില്ല. കഠിനമായ മർദ്ദനങ്ങൾ, ജയിൽവാസങ്ങൾ, നിരന്തരമായ കേസുകൾ, നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള യാത്രകൾ. AISF-ൻ്റെയും AIVF-ൻ്റെയും സംസ്ഥാനത്തെ മുഖ്യ ചുമതലയായി ദീർഘകാലം പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, അത്ര തന്നെ കാലം അഖിലേന്ത്യാ നിലവാരത്തിലും പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാലത്തൊക്കെ നമുക്കുണ്ടാക്കിയെടുക്കുന്ന ഒരു സാംസ്കാരിക രൂപമുണ്ട്. വളരെ തീഷ്ണമായ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുകയും അതിലൂടെ സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ ജീവിത പ്രയാസങ്ങളെ കണ്ടറിയുകയും അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കണം എന്ന് മാനസികമായി തീരുമാനിക്കുകയും ചെയ്ത ഒരു കാലമാണ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ കാലത്തെ അനുഭവം. വളരെ തീഷ്ണമായ സമരങ്ങളായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും നാട്ടിലെ പൊതുസമൂഹത്തിൻ്റെ കൂടി അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ സമരങ്ങൾ സംഘടിപ്പിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും ചെറുപ്പക്കാർക്ക് തൊഴിലിനും വേണ്ടിയുള്ള സമരങ്ങൾ മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളിലേക്ക് വരണം. അപ്പോൾ തന്നെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ അവരുടെ ശരീരഭാഷയിലും ഇടപെടലിലും നല്ലതുപോലെയുള്ള ലാളിത്യവും വിനയവും ഉണ്ടാകണം. അത് വരുന്ന തലമുറയ്ക്ക് കൂടി മാതൃകയാകുന്ന വിധത്തിൽ കൊണ്ടുപോകാനും ശ്രദ്ധിക്കണം. ഇതാണ് ആ കാലത്തെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട പാഠം. കോളേജ് എവിടെയായിരുന്നു ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ കേരളവർമ്മ കോളേജിലായിരുന്നു ദീർഘമായ കാലം. പിന്നീട് ലോ അക്കാഡമി, തിരുവനന്തപുരത്തെ ലോ അക്കാദമി ലോ കോളേജിലായിരുന്നു LLB പഠനകാലം. തൃശ്ശൂരും തിരുവനന്തപുരവുമായിട്ടാണ് വിദ്യാഭ്യാസത്തിൻ്റെ അധികാലവും ചെലവഴിച്ചത്. ഇപ്പോൾ അടുത്ത മാസം ഓണമാണ്, സെപ്റ്റംബർ മാസം ഓണമാണ്. പീച്ചിയിലൊക്കെ ഓണത്തിനൊക്കെ വലിയ ഫെസ്റ്റിവലുകളൊക്കെ മുമ്പൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഇതിന് മുമ്പ് ഉണ്ടാവാറുണ്ട്. ഈ വർഷം അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ? ഇത്തവണയും പീച്ചിയിൽ ഓണാഘോഷം വളരെ സജീവമായി സംഘടിപ്പിക്കും. ആഗസ്റ്റ് ആദ്യവാരത്തിൽ തന്നെ അതിൻ്റെ സംഘാടക സമിതിയൊക്കെ രൂപീകരിച്ച് അതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകും. പീച്ചിയിൽ ഓണാഘോഷവും ഇത്തവണയും അതിഗംഭീരമായി നടത്തണം എന്ന് തന്നെയാണ് പഞ്ചായത്തുമായി സഹകരിച്ച്, DTPCയും പഞ്ചായത്തുമായി സഹകരിച്ച് ആ പ്രവർത്തനങ്ങൾ നന്നായി പ്ലാൻ ചെയ്യാൻ തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഇത്ര നേരം സമയം, വിലപ്പെട്ട സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് പ്രത്യേക നന്ദി. സന്തോഷം. ഓക്കെ.